Hi all, welcome to Civil Talks. PWD Overseer Grade 2 question paper ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. നമ്മൾ 32 ക്വസ്റ്റ്യൻസ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The graduation of vertical circle of a theodolite is vertical circle. നമുക്കറിയാം തിയോഡലൈറ്റില് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് there is a vertical circle അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രാജുവേഷൻസും അതുപോലെ വെർട്ടിക്കൽ ആയിട്ട് ഗ്രാജുവേഷൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെർട്ടിക്കൽ സർക്കിളില് മൊത്തം 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 0 to 90 ഡിഗ്രി, ഇവിടെയാണ് 0, ഓക്കെ, 0 to 90 ഡിഗ്രി, then 0 to 90 ഡിഗ്രി, ഇങ്ങനെ 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാഡ്രന്റൽ സിസ്റ്റം ആയിട്ട് നമുക്കറിയാം ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ഉണ്ട്, ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം. അപ്പൊ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ആയിട്ടാണ് ഗ്രാജുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടെലസ്കോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വെർട്ടിക്കൽ സർക്കിൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ വെർട്ടിക്കൽ സർക്കിൾ ഈസ് attached to the telescope and moves with the telescope. അതുകൊണ്ട് തന്നെ ടെലസ്കോപ്പ് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം ഈ വെർട്ടിക്കൽ സർക്കിൾ മൂവ് ചെയ്യും. ഈ വെർട്ടിക്കൽ സർക്കിളിലാണ് 2 വെർണിയേഴ്സ്, അതായത് വെർണിയർ സിയും വെർണിയർ ഡിയും കൊടുത്തിട്ടുള്ളത് വെർട്ടിക്കൽ സർക്കിളിലാണ്. അതിങ്ങനെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 ഡിഗ്രി ടു 90 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ. ആൻഡ് 0 ഡിഗ്രി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് 0 ഡിഗ്രി ടു 90 ഡിഗ്രി. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആക്സിസ് അബൌട്ട് വിച്ച് ദ തിയോഡലൈറ്റ് മേ ബി റൊട്ടേറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്സിസ് അബൌട്ട് വിച്ച് ദ തിയോഡലൈറ്റ് മേ ബി റൊട്ടേറ്റഡ്, ടെലസ്കോപ്പ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ടെലസ്കോപ്പ് മേ ബി റൊട്ടേറ്റഡ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ നമ്മുടെ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും? അത് വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് സ്വിങ്ങിങ് എന്ന്. ഓക്കെ, സ്വിങ്ങിങ്. അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞ വീഡിയോയില് ട്രാൻസിറ്റിങ് എന്താന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ്, നമ്മുടെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിന് വെച്ചിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ ട്രാൻസിറ്റിംഗ് എന്നും, നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ അത് വെർട്ടിക്കൽ ആക്സിസും ആകുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്സിസ് about which the telescope along with the vertical circle of a theodolite may be rotated in vertical plane. The axis and the question പറഞ്ഞിട്ടുള്ള the axis about which telescope along with the vertical circle of the theodolite may be rotated in vertical plane. Okay, അപ്പോൾ മറ്റേ കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരുന്നു റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിനെ തന്നെയാണ് ട്രണിയൻ ആക്സിസ് എന്ന് പറയുന്നത്. ട്രണിയൻ ആക്സിസ് എന്നും പറയും. ഹൊറിസോണ്ടൽ ആക്സിസിനെ തന്നെയാണ് ട്രണിയൻ ആക്സിസ് എന്ന് പറയുന്നത്. Next question. The process of setting up a theodolite exactly over the ground station mark is known as. അതായത് ഇപ്പൊ ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും അത് സ്റ്റേഷൻ മാർക്കിന് കറക്റ്റ് മുകളിലായിട്ട്, അതായത് ഇപ്പൊ ഗ്രൗണ്ട് പോയിന്റ് നമ്മളിപ്പോ എ എന്ന് പറയുന്ന പോയിന്റിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പൊ എക്സാക്ട്ലി ആ പോയിന്റിന് എബവ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൻട്രിങ് എന്ന്. ഓക്കെ, ഓപ്ഷൻ സി, സെൻട്രിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The vertical circle
of the theodolite is in the left of the observer, then the observation is called. ഇവിടെ പറയുന്നത് എന്താണ്? ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ടെലസ്കോപ്പ് എങ്കിൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും നോക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ വരുന്നത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് സൈഡ് ഓഫ് ദി ഒബ്സർവർ ആണെങ്കിൽ അത് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The adjustment required to be made at every instrument station before making observations are called. അതായത് നമ്മൾ ഓരോ തവണയും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഒബ്സർവേഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസിലേക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളെപ്പോഴും ലാബിലാണെങ്കിലും ചെയ്യുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ ഓരോ ആവശ്യം വരുമ്പോഴും അതായത് ഓരോ തവണ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിലത് ഫിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് ഓർത്തിരിക്കുക. Next question. When the vertical axis is truly vertical, the plate bubble must occupy dash the position. When the vertical axis is truly vertical axis truly vertical ആണെങ്കിൽ the plate bubble must occupy dash the position. നമുക്കറിയാം നമ്മുടെ സ്പിരിറ്റ് ലെവലിലുള്ള ബബിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കറക്റ്റ് സെൻട്രൽ പൊസിഷനിലായിരിക്കും. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ട്രൂലി വെർട്ടിക്കൽ ആയിട്ടാണ് വച്ചിരിക്കുന്നതെങ്കിൽ ബബിൾ കറക്റ്റ് ആയിട്ട് സെന്ററിൽ തന്നെയായിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the line of sight is perpendicular to the horizontal axis, the vertical circle must read. When the line of sight, if this is the line of sight, is perpendicular to the horizontal axis. The horizontal axis ആണെങ്കിൽ if it is perpendicular, then ഇവിടെ ആയിരിക്കില്ല vertical circle must read. അത് നമ്മുടെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി 0, ഓപ്ഷൻ എ. നമുക്കറിയാം പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒന്ന് നമ്മുടെ പ്ലേറ്റ് ലെവൽ ആക്സിസ് അത് വെർട്ടിക്കൽ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആണ്. പ്ലേറ്റ് ലെവൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് ലെവൽ ട്യൂബ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, പ്ലേറ്റ് ലെവൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കണം. അതേപോലെ ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് കോയിൻസൈഡ് വിത്ത് ഒപ്റ്റിക്കൽ ആക്സിസ് ഓഫ് ദി ടെലസ്കോപ്പ്. ടെലസ്കോപ്പിന്റെ ആക്സിസ് ഓഫ് ടെലസ്കോപ്പുമായിട്ട് ലൈൻ ഓഫ് സൈറ്റ് എങ്ങനെയായിരിക്കണം? കോയിൻസൈഡ് ചെയ്തിരിക്കണം. ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് ദി ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആൻഡ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. മാത്രമല്ല ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു horizontal axis. horizontal axis നോട് perpendicular ആയിരിക്കണം. And the vertical circle should read 0 when the line of sight is horizontal. When the line of sight is horizontal, vertical circle should read 0. Okay, then also line of sight should be parallel to the altitude level. നോട് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. തിയോഡലൈറ്റിൽ ഉള്ള പെർമനന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ബോത്ത് ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഓരോ പെർമനന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ബോത്ത് ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എടുത്തിട്ട് അതിന്റെ മീൻ എടുക്കുക. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പം ഈ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇവിടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് ഷുഡ് റീഡ് 0. ആ പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. Next question, if a point sighted is above the horizontal axis, then the vertical axis is known as. അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷനിലെ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് റിപ്പീറ്റേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് റിട്രീഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ അതായത് നമ്മളിപ്പോ തിയോഡലൈറ്റ് വെച്ചിട്ട് ഇപ്പൊ ട്രാവേഴ്സിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, in the case of a theodolite traversing, when an angle is made between line of sight and horizontal axis, അതായത് ഇപ്പൊ നമ്മുടെ ടെലസ്കോപ്പ് ഇങ്ങനെ, അപ്പൊ this is the line of sight, അപ്പൊ horizontal axisുമായിട്ട് if it make an angle, okay, if the line of sight makes an angle when an angle is made between the line of sight and horizontal axis and the line of sight is above the horizontal axis, horizontal axisന്റെ above-ലാണ് line of sight വന്നിട്ടുള്ളതെങ്കിൽ it is angle of elevation, angle of elevation. ഇനി if the angle between, okay, നമ്മുടെ ഇത് horizontal axis-ഉം and ഇത് നമ്മുടെ ടെലസ്കോപ്പും ഇത് horizontal axis-ഉം ആണെങ്കിൽ the angle between line of sight, this is line of sight, this is horizontal axis, the angle between line of sight and horizontal axis, if the line of sight is below the horizontal axis, okay, if the line of sight is below the horizontal axis, okay, appo line of sight ഇവിടെ horizontal axis-ന്റെ താഴെയാണ്. okay, and അങ്ങനെ വരുമ്പോൾ അതിനെ angle of depreciation എന്ന് പറയും. okay, angle of depreciation, angle of depression, angle of depression എന്ന് പറയും. okay, അല്ലെങ്കിൽ depreciation എന്ന് പറയും. അപ്പൊ ആ രണ്ട് പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. if the point is sighted above the horizontal axis, അതായത് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ആക്സിസിന് മുകളിലാണ് നമ്മൾ പോയിന്റിനെ സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, എബവ് ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും. അപ്പൊ ആൻസർ ഏതായിരിക്കും, ആൻസർ ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് if the point is sighted above the horizontal axis, horizontal axisന് മുകളിലാണ് സൈറ്റ് ചെയ്യുന്നതെങ്കിൽ then the vertical axis അല്ല, vertical angle is known as. ആക്ച്വലി നമ്മുടെ തിയോഡലൈറ്റ് കൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം. അതിൽ മെഷർമെന്റ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾ, അതായത് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന രണ്ട് ടേംസ് ആണ് ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് ദ തിയോഡലൈറ്റിന് എബവ് ആണ് പോയിന്റ് സൈറ്റ് ചെയ്യുന്നതെങ്കിൽ then the vertical angle is known as angle of elevation, and if it is below it is known as angle of depression. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. okay, the point is sighted above the horizontal axis. okay, next question, latitude of a survey line is defined as its coordinate measured parallel to. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ ട്രാവേഴ്സിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിന്റെ കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ടുള്ള രണ്ട് ടേംസ് ആണത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇഫ് ദിസ് ഇസ് ദ സർവേ ലൈൻ എ ബി, ഇതാണ് എ ബി എന്ന് പറയുന്ന സർവേ ലൈൻ എങ്കിൽ its coordinate length measured parallel to an assumed meridian direction. അതായത് നമ്മളിപ്പോ ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാന്ന് വെച്ചോ, ഈ ഓരോ സ്റ്റേഷൻസും ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോർഡിനേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ദിസ് ഈസ് ദി അസ്യൂംഡ് മെറീഡിയൻ ഡയറക്ഷൻ. ഇതായിരിക്കും മെറീഡിയൻ. മെറീഡിയൻ ഈസ് ഓൾവേസ് ടേക്കൺ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ.
മെറീഡിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ മെറീഡിയന് പാരലൽ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ ലാറ്റിറ്റ്യൂഡ് എന്നും, ഇഫ് എ ബി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ഡിറക്ഷൻ then this coordinate length, ഈ ഒരു കോർഡിനേറ്റ് ലെങ്ത് അതെങ്ങനെയാണ്, മെറീഡിയനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. this coordinate length is measured perpendicular to the assumed meridian direction. അതിനെ ഡിപ്പാർച്ചർ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സർവേ ലൈൻ, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു സർവേ ലൈൻ എന്ന് പറയുന്നത് മെറീഡിയൻ ഡയറക്ഷനോട് പാരലൽ ആയിട്ടാണ് അതിന്റെ കോർഡിനേറ്റ് ലെങ്ത് വരുന്നത് എങ്കിൽ the coordinate length is measured parallel to the മെറീഡിയൻ ഡിറക്ഷൻ, അതാണ് ലാറ്റിറ്റ്യൂഡ്. ഇനി അതല്ല, മെറീഡിയൻ ഡിറക്ഷനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഡിപ്പാർച്ചറുമാണ്, സർവേ ലൈനിന്റെ കോർഡിനേറ്റ് ലെങ്ത്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് ഏത് വിച്ച് ഈസ് മെഷർഡ്. ഇപ്പൊ നമ്മൾ ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത് പാരലൽ ടു എന്താണ്, നമ്മൾ അസ്യൂം മെറീഡിയൻ ഡിറക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ട്രൂ മെറീഡിയൻ, അസ്യൂംഡ് മെറീഡിയൻ, ആർബിട്രറി മെറീഡിയൻ, ഗ്രിഡ് മെറീഡിയൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഈ അസ്യൂംഡ് മെറീഡിയൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അത് ട്രൂ നോർത്ത് ആവാം, മാഗ്നറ്റിക് നോർത്ത് ആവാം, അല്ലെങ്കിൽ അസ്യൂം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു റെഫറൻസ് ഡയറക്ഷൻ ആവാം. ഓക്കെ, അപ്പൊ ആക്ച്വലി അത് ഏത് വേണമെങ്കിലും ആവാം. അസ്യൂംഡ് മെറീഡിയൻ ഡയറക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അത് ട്രൂ നോർത്ത് ആവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് നോർത്ത് ആവാം, മറ്റേതെങ്കിലും ഒരു ഡയറക്ഷനും ആവാം. അപ്പൊ ട്രൂ നോർത്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അത് ട്രൂ മെറീഡിയൻ ആണ്. മാഗ്നറ്റിക് നോർത്ത് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് മെറീഡിയൻ ആണ്. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അത് അസ്യൂംഡ് ഓർ ആർബിട്രറി മെറീഡിയൻ ആണ്. അപ്പൊ അത് അങ്ങനെ വേരി ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44. സൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ഈസ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോർഡിനേറ്റില് this is the first coordinate system, first quadrant system, this is second, and this is third, this is the fourth one. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്, മെറീഡിയൻ ഡിറക്ഷനോട് പാരലൽ ആയിട്ടാണ്. അപ്പൊ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്. ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലും ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് നോർത്ത് ഡിറക്ഷൻ ആണെങ്കിൽ അതിനെ നോർത്തിങ് എന്നും, ടുവേഴ്സ് സൗത്ത് ഡിറക്ഷൻ ആണെങ്കിൽ അതിനെ സൗത്തിങ് എന്നും പറയും. ഓക്കെ, അപ്പൊ നോർത്തിങ്ങും സൗത്തിങ്ങും റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്. ആൻഡ് ടുവേഴ്സ് ഈസ്റ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ വിച്ച് ഈസ് ഡിപ്പാർച്ചർ ടുവേഴ്സ് ഈസ്റ്റ് ഡിറക്ഷൻ ആണെങ്കിൽ അതിന് ഈസ്റ്റിംഗ് എന്നും, ഡിപ്പാർച്ചർ ടുവേഴ്സ് വെസ്റ്റ് ഡിറക്ഷൻ ആണെങ്കിൽ അതിന് വെസ്റ്റിംഗ് എന്നും നമ്മൾ പറയും. Okay, and towards northing, okay, towards northing latitude പോസിറ്റീവും towards south latitude നെഗറ്റീവുമാണ്. അതേപോലെ towards east departure പോസിറ്റീവും towards west departure നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടും അതായത് ലാറ്റിറ്റ്യൂഡ് ഈസ് ടുവേർഡ്സ് നോർത്ത് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ അത് രണ്ടും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് എന്നാണ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ഡിപ്പാർച്ചർ ഈസ് ടുവേർഡ്സ് ഈസ്റ്റിംഗ്, അപ്പൊ ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണ്, ബട്ട് ലാറ്റിറ്റ്യൂഡ് ഈസ് ടുവേർഡ്സ് സൗത്ത്, അപ്പൊ അത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്നാണ്. തേർഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ടുവേർഡ്സ് സൗത്തും അതുപോലെ വെസ്റ്റും ആണ്, അപ്പൊ സൗത്തിങ്ങും വെസ്റ്റിങ്ങും ആണ്, അതുകൊണ്ട് അത് രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ ആവുമ്പോൾ നോർത്തിങ് ആയതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും വെസ്റ്റിംഗ് ആവുമ്പോൾ ഡിപ്പാർച്ചർ നെഗറ്റീവും ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തേർഡ് ക്വാഡ്രന്റ് കേസാണ്. ദിസ് ഇസ് ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും, നെഗറ്റീവ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ ഈസ് obtained by multiplying its length by dash of its reduced bearing. അതായത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് which is L cos തീറ്റയും അതേപോലെ തന്നെ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് L sin തീറ്റയുമാണെന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ
L എന്ന് പറയുന്നത് മെഷേർഡ് ലെങ്ത് ആണ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി സർവേ ലൈൻ. ആൻഡ് ഇപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നതും ലാറ്റിറ്റ്യൂഡ് ഈസ് ഒബ്റ്റെയിൻ ബൈ മൾട്ടിപ്ലൈങ് ഇറ്റ്സ് ലെങ്ത് ബൈ ഡാഷ് ഓഫ് ഇറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ബെയറിംഗ് ആണ്. ഇപ്പൊ ദിസ് ഈസ് ദി സർവേ ലൈൻ, ദിസ് ഈസ് ദ ബെയറിംഗ്. അപ്പൊ ആ തീറ്റയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി സർവേ ലൈൻ എ ബി. ഓക്കെ, അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ലാറ്റിറ്റ്യൂഡ് എൽ ഈസ് ദി എൽ കോസ് തീറ്റ. ഓക്കെ, ആൻഡ് ഡിപ്പാർച്ചർ ഡി ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. അപ്പൊ അതാണ് ഈ ഇക്വേഷൻ. അപ്പൊ നമുക്ക് പറയാലോ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ വിച്ച് ഈസ് എൽ കോസ് തീറ്റ. അപ്പൊ എൽ ഇൻറ്റു കോസൈൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് 46th. The departure of a line is obtained by multiplying its length by dash of its reduced by. Departure ആണ്. അപ്പൊ എന്താണ്? L into sin theta ആണ്. അപ്പൊ ഓപ്ഷൻ A is the correct answer. Next question. Closing error of a closed traverse in theodolite survey is equal to. അതായത് തിയോഡലൈറ്റ് സർവേയില് ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ കേസസിൽ വരുന്ന ക്ലോസിംഗ് എററിന്റെ ഇക്വേഷൻ ഈ പറയുന്നതിൽ നിന്നും ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇപ്പൊ എ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സർവേയിങ് എ എന്ന് പറയുന്ന സ്റ്റാർട്ടിൽ തന്നെ എൻഡ് ചെയ്യുന്നതാണ് ഈ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫീൽഡ് മെഷർമെന്റിനനുസരിച്ചിട്ട് നമ്മൾ ഫീൽഡിൽ നമ്മൾ മെഷർ ചെയ്തതിനനുസരിച്ചിട്ട് ഇഫ് യു ആർ പ്ലോട്ടിംഗ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്, ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. Then the end points of the traverse will not coincide exactly with the starting point. അപ്പൊ നമ്മൾ ട്രാവേഴ്സിംഗ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ വന്നിട്ട് എൻഡ് പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ഫീൽഡിൽ എടുത്തിട്ടുള്ള എന്തെങ്കിലും ആംഗുലാർ ആയിട്ടുള്ള മെഷർമെന്റ്സിന്റെ അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള മെഷർമെന്റ്സിന്റെ ഒക്കെ എറേഴ്സ് കൊണ്ടാണത് അങ്ങനെ ക്ലോസ് ചെയ്യാതെ വരുന്നത്. ആക്ച്വലി ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ കേസിൽ ഈ സിഗ്മ എൽ എന്ന് പറയുന്നത്, അതായത് ഈ ഓരോ സർവേ ലൈനിന്റെ ലാറ്റിറ്റ്യൂഡിന്റെ സമ്മേഷൻ, ഈ ഓരോ സർവേ ലൈനിന്റെയും ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് 0യും അതുപോലെ സിഗ്മ ഡിപ്പാർച്ചർ ഈക്വൽ ടു 0 ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് സിഗ്മ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഡിപ്പാർച്ചർ ഈക്വൽ 0. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇത് ABCDEF എന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഈ ഓരോ സർവേ ലൈൻ, ഇപ്പൊ AB ഇതിങ്ങനെ പ്ലോട്ട് ചെയ്തു, എബിയുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിച്ചു, BCയുടെ ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡും കണ്ടുപിടിച്ചു, CDയുടെ കണ്ടുപിടിച്ചു. അങ്ങനെ ടോട്ടൽ അതിന്റെ സമ്മേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കണം നമുക്കൊരു ക്ലോസ്ഡ് ട്രാവേഴ്സിൽ കിട്ടേണ്ടത്. ക്ലോസ്ഡ് ട്രാവേഴ്സിൽ സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡും സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചറും 0 ആയിരിക്കണം. അതായത് അത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ദ സം ഓഫ് നോർത്തിങ് ഷുഡ് ബി എക്സാക്ട്ലി ഈക്വൽ ടു ദി സം ഓഫ് സൗത്തിങ്. അതായത് സം ഓഫ് നോർത്തിങ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു ദ സം ഓഫ് സൗത്തിങ് ആയിരിക്കും. അതേപോലെ സം ഓഫ് ഈസ്റ്റിങ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ സം ഓഫ് വെസ്റ്റിങ്. അതാണ് ഈ സിഗ്മ ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു 0, സിഗ്മ ഡിപ്പാർച്ചർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലോസ് ചെയ്യാതെ വരുന്നതിനെയാണ് നമ്മൾ ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതേപോലെ ഇപ്പൊ നമ്മുടെ ഇഫ് ദിസ് ഈസ് ദി ട്രാവേഴ്സ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് ഈ എൻഡ് പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ദ ക്ലോസിംഗ് എറർ. അതങ്ങനെ മീറ്റ് ചെയ്യാതെ വരുന്നതാണ് ക്ലോസിംഗ് എറർ. അപ്പൊ ആ ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എൽ ഓൾ സ്ക്വയർ പ്ലസ് സിഗ്മ ഡി ഓൾ സ്ക്വയർ ആണ്. ഓക്കെ, there sigma L is the sum of latitude, sigma D is the sum of departure. Okay, and E is the closing error. അപ്പൊ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then the angle measured clockwise from the preceding line to the following is called. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഒരു ട്രാവേഴ്സിന്റെ കേസിലാണെങ്കിലും നമ്മളിപ്പോ ഒരു ആംഗിൾ മെഷർ ചെയ്യാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്യാണ്. എവിടെ നിന്നാണ്? ഫ്രം ദ പ്രിസീഡിംഗ് ലൈൻ ടു ദ ഫോളോയിങ്. ഓക്കെ,
ഫ്രം ദ പ്രസീഡിങ് ലൈൻ ടു ദ ഫോളോയിങ്. അതായത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുത്തു കൺസിഡർ ചെയ്യാം. അപ്പൊ ദിസ് ഈസ് ദ പ്രസീഡിങ് ലൈൻ. ഇതാണ് പ്രസീഡിങ് അല്ലെങ്കിൽ പ്രീവിയസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീവിയസ് ലൈനിൽ നിന്നും ദിസ് ഈസ് ദ ഫോളോയിങ് ലൈൻ. ഫോളോയിങ് ലൈനിലേക്ക് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഡയറക്റ്റ് ആംഗിൾ. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡയറക്റ്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ടു റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിന് തന്നെയാണ്. ആംഗിൾ ടു റൈറ്റ്. അസീമൂത്ത് ഫ്രം ബാക്ക് ലൈൻ. അസീമൂത്ത് ഫ്രം ബാക്ക് ലൈൻ. ബാക്ക് ലൈൻ. ഓക്കെ. അസീമൂത്ത് ഫ്രം ബാക്ക് ലൈൻ എന്നൊക്കെ പറയും. അതാണ് ഡയറക്റ്റ് ആംഗിൾ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതായത് ഫോളോയിങ് ലൈനിലേക്ക് പ്രസീഡിങ് ലൈനിൽ നിന്നും അല്ലെങ്കിൽ പ്രീവിയസ് ലൈനിൽ നിന്നും മെഷർ ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നതെന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് വേറൊരു കാര്യമാണ് അവിടെ ബൈഹാർട്ട് ചെയ്യേണ്ടത്. ദിസ് ഡയറക്റ്റ് ആംഗിൾസ് ഈസ് റേഞ്ചസ് ഫ്രം 0 ഡിഗ്രി ടു 360 ഡിഗ്രി. ഓക്കെ. 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ അത് റേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ എ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയി പോകുന്നതും ഡയറക്റ്റ് ആംഗിളും ഡിഫ്ലക്ഷൻ ആംഗിളും ആണ്. ഓക്കെ. അപ്പൊ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദിസ് ഈസ് ദ പ്രീവിയസ് ലൈൻ. അപ്പൊ പ്രീവിയസ് ലൈനിന്റെ എക്സ്റ്റൻഷനിൽ നിന്നും ഫോളോയിങ് ലൈനിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ. ദ ആംഗിൾ മെയ്ഡ് ബൈ ദി എക്സ്റ്റൻഷൻ ഓഫ് പ്രീവിയസ് ഓർ പ്രൊസീഡിംഗ് ലൈൻ ടു ദ ഫോളോയിങ് ലൈൻ. പ്രീവിയസ് ലൈനിന്റെ അല്ലെങ്കിൽ പ്രൊസീഡിംഗ് ലൈനിന്റെ എക്സ്റ്റൻഷനിൽ നിന്നും ഫോളോയിങ് ലൈനിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ആൻഡ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത് ഇവിടെ വരെയാണ് വേരി ചെയ്യുന്നത് അല്ലെ. അതായത് 0 ഡിഗ്രി ടു 180 ഡിഗ്രി വരെ അത് വേരി ചെയ്യാം ഡിഫ്ലക്ഷൻ ആംഗിൾ. ആ പോയിന്റ് ഇവിടെ ഓർത്തിരിക്കും. നമുക്ക് അലൈൻമെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെയിൽവേയുടെ ഹൈവേയുടെ ഒക്കെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ഒക്കെ എടുക്കുന്നത് ട്രാവേഴ്സിംഗില്. ഓക്കെ. ആൻഡ് നമ്മൾ ഡയറക്റ്റ് ആംഗിളിന്റെ കേസിൽ ഒരു കാര്യം പറഞ്ഞു, ഇറ്റ്സ് ഓൾവേസ് മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ബട്ട് ഫോർ എ ഡിഫ്ലക്ഷൻ ആംഗിൾ ഇറ്റ് മേ ബി ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. ആ പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി error eliminated by reading both the verniers and taking the mean is known as. അതായത് വെർനിയർ എയും വെർനിയർ ബിയും റീഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ ഏത് എറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ഓപ്ഷൻ എ. നമുക്ക് എസെൻട്രിസിറ്റി ഓഫ് ദി സെന്റർ, എസെൻട്രിസിറ്റി കാരണം ഉണ്ടാകാവുന്ന എറേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? by reading both verniers and take the mean. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.